വെൽക്കം ടു മൈ ഈസ്റ്റർ വ്ളോഗ്. അപ്പോൾ ഇന്ന് ഈസ്റ്ററിന് രാവിലെ പള്ളിക്ക് ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്കാണെങ്കിൽ ഇന്ന് കുറച്ച് ജലദോഷമൊക്കെ ഉണ്ട് ആൻഡ് എനിക്ക് സൈക്കിളൊക്കെ ചവിട്ടുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് ഇവിടെ ഇരിക്കാം, ഈ പ്രകൃതിയൊക്കെ കണ്ടിട്ട് കുറച്ച് നേരം ഇവിടെ ഇരുന്നിട്ട് പ്രാർത്ഥിക്കാം. ഇന്ന് പള്ളിയിൽ ഭയങ്കര തിരക്കായിരിക്കില്ലേ, ഐ എം നോട്ട് കമ്മിങ് ടു ചർച്ച് എന്ന് ഞാൻ ഈശോയുടെ പറഞ്ഞു. ഞാൻ കണ്ടറിഞ്ഞിട്ടുള്ള ദൈവങ്ങളിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും അണ്ടർസ്റ്റാൻഡിങ് ആയിട്ടുള്ള ആളാണ് ജീസസ്. അതുകാരണം ജീസസിന് കുഴപ്പമൊന്നും ഉണ്ടാവില്ലായിരിക്കും. ഇവിടെ നിന്ന് നോക്കുമ്പോഴാണ് ഞാൻ ശരിക്കും ആലോചിച്ചത്, പള്ളിയിലുള്ളിൽ പോയിട്ടിരിക്കുന്നതിനെക്കാട്ടിയും ഭയങ്കര ഒരു പീസും ഭയങ്കര ഒരു എനർജി ഇവിടെ ഉണ്ട് കേട്ടോ. മേ ബി ഇത് ടോട്ടലി കർത്താവിൻ്റെ ക്രിയേഷൻ അല്ലേ. ഇന്ന് ഞാൻ ശരിക്കും ആത്മാർത്ഥമായിട്ട് പള്ളിക്ക് ഇറങ്ങി തന്നെ കേട്ടോ. പക്ഷെ ചെറിയൊരു മഴയുണ്ട്, പിന്നെ എനിക്കാണെങ്കിൽ ഒരു ചെറിയ സൂക്കടും ഉണ്ട്. എനിക്ക് തോന്നുന്നത് ഈസ്റ്റർ ആയിട്ടേ വീട്ടിൽ ഒന്നും പോകാൻ പറ്റാത്തതിൻ്റെയും പിന്നെ കൊച്ച് ഇല്ലാത്തതുകൊണ്ടൊക്കെ ആയിരിക്കും തോന്നുന്നുണ്ട് ഇത്ര അധികം ഒരു ഹെവിനെസ് ഉണ്ട്. ബട്ട് ഇറ്റ്സ് ഓക്കെ, ഇറ്റ്സ് എ നൈസ് ഡേ. ഇത്രയും നല്ല പ്രകൃതി, ഞാൻ ഇത്രയും ഭംഗിയുള്ള സ്ഥലത്താണ്. അപ്പോൾ ഞാനെന്തിനല്ലേ വിഷമിക്കുന്നത്. ഞാൻ കരുതി ഈസ്റ്ററിന് ഒരു സ്ട്രൂപ്പ് വൈഫിളും നിന്ന് ഇനി ബാക്കിയുള്ള ഭക്ഷണം എന്തെങ്കിലുമൊക്കെ വീട്ടിൽ പോയിട്ടും കഴിക്കാം. ഈ കോഫി മകൾ എപ്പോഴും കോഫിയുടെ കാരണം കൊണ്ട് ഞാനിന്ന് കുറച്ച് രക്ഷപ്പെട്ടു കേട്ടോ. ഈ ലിപ്സ്റ്റിക്ക് പരക്കൂല എന്നാണ് പറഞ്ഞത്, പക്ഷെ ഹുദ ബ്യൂട്ടീൻ്റെ ലിപ്സ്റ്റിക്ക് എൻ്റെ കോഫി മഗിൻ്റെ സൈഡിലൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ട്രാൻസ്ഫർ പ്രൂഫ് അല്ല. വൈദവേ എന്ത് രസമാണെന്നറിയോ ഇത് കാണാനായിട്ട്. ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു, ഭർത്താവിന് ഇപ്പം എന്നോട് കൂടുതൽ സ്നേഹം തോന്നുന്നുണ്ടാവും. ഇത്രയും ഭംഗിയൊക്കെയുള്ള പ്രകൃതി ഞാനിവിടെ ഉണ്ടാക്കിയിട്ടിട്ട് എന്തിനാ നല്ലൊരു ഈസ്റ്റർ ദിവസം ഈ പള്ളിയിൽ പോയി കുത്തിരിക്കാൻ പോകണേന്ന് കർത്താവ് എന്നോട് ചോദിക്കുന്നതായിരിക്കും. അതുകൊണ്ടായിരിക്കും എനിക്കിന്ന് ജലദോഷം വന്നതെന്ന് എനിക്ക് തോന്നുന്നു. ഇങ്ങനെ കിടന്ന് മുകളിലേക്ക് നോക്കാൻ നല്ല രസമായിട്ടോ. ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു, പണ്ട് സമ്മർ വെക്കേഷൻ ആയി കഴിഞ്ഞാൽ എനിക്ക് നല്ലോണം വിശക്കുമ്പോൾ ഞാൻ ഞങ്ങളുടെ പറമ്പിലേക്ക് ഇറങ്ങും. പറമ്പിൽ എപ്പോഴും എന്തെങ്കിലുമൊക്കെ തിന്നാൻ കിട്ടും ഞങ്ങളുടെ പറമ്പിൽ നിന്ന്. ഞങ്ങൾക്ക് എപ്പോഴും മാവൊക്കെ ഉണ്ടായിരുന്നു. അപ്പം മാവ്, കശുമാവ് ഒക്കെ ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഇതിങ്ങനെ കിടന്നു കഴിഞ്ഞാൽ പഴുക്കാനും വീഴാനും സാധ്യതയുള്ള മാങ്ങകളൊക്കെ ഉണ്ട്. അപ്പോൾ അത് താഴെ വീഴും. ഞാനിങ്ങനെ മാവിനൊക്കെ ഇങ്ങനെ തലോടും. എനിക്ക് വല്ലതും തരുമോ തിന്നാന്ന് ചോദിക്കുമ്പോൾ ഒരു മാങ്ങ താഴ്ത്തിക്ക് തരും. അപ്പോൾ നല്ല രസമായിരുന്നു. ഇവിടെ ഞാൻ ചോദിച്ചപ്പോൾ എനിക്ക് എന്തോ ഒരു കായ താഴ്ത്തി കിട്ടുന്നു. പക്ഷെ ആ കായ എടുത്ത് തിന്നു കഴിഞ്ഞാൽ ഞാൻ ചിലപ്പോൾ തട്ടിപ്പോകുന്നുള്ളത് കൊണ്ട് ഞാനത് തിന്നില്ല. മേ ബി പ്രകൃതിക്ക് തന്നെ മനസ്സിലാവായിരിക്കും. അങ്ങനെ ഇത്തവണ എൻ്റെ ഈസ്റ്റർ ഭയങ്കര ഭംഗിയുള്ള ഈസ്റ്റർ കേട്ടോ. ബ്യൂട്ടിഫുൾ ഈസ്റ്റർ. ഇങ്ങനെ ഞാനൊരു ഈസ്റ്റർ സെലിബ്രേറ്റ് ചെയ്യുന്ന ഞാൻ വിചാരിച്ചില്ല. അപ്പം നിങ്ങളുടെയൊക്കെ ഈസ്റ്റർ എങ്ങനെയുണ്ടായിരുന്നു എന്ന് എന്നോട് പറയണേ. ഇത്രയും പീസ്ഫുൾ ആരുടെയും ഈസ്റ്റർ ഉണ്ടാവാൻ സാധ്യതയില്ല. അപ്പം അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ. സബ്സ്ക്രൈബൊക്കെ ചെയ്യണേ, പിന്നെ കാണാം.